ശബരിമല സ്വർണ്ണമോഷണ കേസിൽ കോൺഗ്രസ് നിലപാടിൽ വെള്ളം ചേർത്ത കോൺഗ്രസ് നേതാക്കൾ. കേസിലെ പ്രതികളായ ബെല്ലാരി ഗോവർദ്ധൻ, പോറ്റി എന്നിവരോടൊപ്പമുള്ള സോണിയാഗാന്ധിയുടെ ഫോട്ടോയാണ് നേതാക്കൾക്ക് കൂടുതൽ തിരിച്ചടിയായത്. ഇത് സമൂഹമാധ്യമങ്ങളിലും വ്യാപകമായി പ്രചരിച്ചതോടെ വിഷയത്തിൽ ഇപ്പോൾ മൗനം പാലിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. 2014 UDF ഭരണകാലത്താണ് സ്വർണ്ണക്കവർച്ചാ കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തുന്നത്. കോൺഗ്രസിന്റെ ദേശീയ നേതാവ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ 2 തവണ പോറ്റി സന്ദർശിച്ചു. പോറ്റിയെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ വിളിച്ച് സൽക്കരിക്കുകയും ചെയ്തു. സോണിയാഗാന്ധിക്ക് മുൻപിൽ പോറ്റിയെ എത്തിച്ചത് ആന്റോ ആന്റണിയാണെന്നാണ് ഉയരുന്ന മറ്റൊരു ആരോപണം. ഇതൊക്കെയും ശരിയാണെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളും സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾക്ക് പോലും അപ്രാപ്യമായ സോണിയാഗാന്ധിയുമായി ഇത്രയും കൂടിക്കാഴ്ച നടത്താനും ബന്ധം സ്ഥാപിക്കാനും എങ്ങനെ പോറ്റിക്ക് സാധിച്ചു എന്നതാണ് ഉയരുന്ന മറ്റൊരു പ്രധാന ചോദ്യം. സോണിയാഗാന്ധി ബെല്ലാരിയിൽ മത്സരിക്കുമ്പോൾ ഗോവർദ്ധൻ അവിടുത്തെ സ്വർണ്ണ വ്യാപാരിയായിരുന്നു. ബെല്ലാരി ഗോവർദ്ധനും സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ ദൃശ്യങ്ങളും ഇതിനോടകം പ്രചരിക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ അടൂർ പ്രകാശിനോടാണ് കൂടുതൽ വ്യക്തിബന്ധമെന്നും ഇത് തെളിയിക്കുന്നതാണ് ഇരുവരും തമ്മിലുള്ള ഫോട്ടോകളെന്നുമാണ് മറ്റൊരു ആക്ഷേപം. അങ്ങനെ വിഷയം സമൂഹമാധ്യമങ്ങൾ ഏറ്റെടുത്തതോടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ വിഷയത്തിൽ ഇതുവരെ സ്വീകരിച്ച നിലപാടിൽ വെള്ളം ചേർക്കുകയാണ്. സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ബെല്ലാരി ഗോവർദ്ധനും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ കൃത്യമായ മറുപടി പറയാനാകുന്നില്ല. കഴിഞ്ഞ ദിവസം മുതൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിലും മൗനം പാലിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. ഇതോടെ ശബരിമല സ്വർണ്ണക്കവർച്ചാ വിഷയത്തിൽ കോൺഗ്രസിനുള്ള പങ്കാണ് പകൽ പോലെ വ്യക്തമാകുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.